രാത്രി ഭക്ഷണത്തിന് ഇപ്പം എന്താ കഴിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫ്രൂട്ട്സ് കടൻ്റെ മുമ്പിൽ ഇവൻ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടത്. എന്നാൽ ആയിക്കോട്ടെ, തായ് പേരക്ക എന്ന് പറയും, ഗ്വാവ അല്ലേ, ഇതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഞാൻ നോക്കി എന്താണ് ഇപ്പോൾ ഇതും മറ്റേ പേരൊക്കെ നമ്മളെ വ്യത്യാസം എന്താണ്. ടേസ്റ്റിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ജ്യൂസ് അടിക്കാൻ ഇവനേക്കാളും നല്ലത് മറ്റേതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ഇത് കുറച്ചുകൂടി സോഫ്റ്റാണ്. ഈ തായ് പേരക്കയിലും ഇനി മറ്റ് എന്ത് പേരക്കാണെങ്കിലും അത് 250 ഗ്രാം ഉള്ളിലെത്തുമ്പം നമ്മുടെ ശരീരത്തിലേക്ക് ആകെ 210ഓളം കലോറി മാത്രമേ എത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു കലോറി എത്തുള്ളൂ, മനസ്സിലായില്ലേ. അതേസമയം നമ്മൾ നല്ല ഫാറ്റ് അടങ്ങിയ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത്ര കലോറി എത്തും. വെയിറ്റ് ലോസിനൊക്കെ വളരെ ഉപകാരമാണല്ലേ. പിന്നെ ഒരു മെച്ചം എന്താ പറയുക, അതൊരു 250 ഗ്രാം പേരക്ക കഴിക്കുമ്പോൾ വൈറ്റമിൻ സി ഏതാണ്ട് 232 മൈക്രോഗ്രാം വൈറ്റമിൻ സി എത്തും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 330%-ഓളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരം അറിയോ. നമ്മുടെ രോഗപ്രതിരോധത്തെ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് അല്ലേ, പിന്നെ മുറിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാനൊക്കെ വൈറ്റമിൻ സി ആവശ്യമാണ്. എന്തായാലും തായ് പേരക്കൊക്കെ മറ്റേ പേരക്കിനേക്കാളും കുറച്ച് ഗുണം എന്താണെന്നറിയോ, കുറച്ച് പല്ലിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കടിച്ച് തിന്നാൽ നല്ല സുഖമാണ് കേട്ടോ. ഇതിങ്ങനെ കടിച്ച് ചവച്ച് ഇറക്കി ഉള്ളിലോട്ട് എത്തുമ്പം നമ്മളെ ശരീരത്തിലേക്ക് ഒരുപാട് ഫൈബർ അല്ലെങ്കിൽ നാരെത്തും. അത് നമ്മളെ ദഹന പ്രക്രിയയെ സഹായിക്കും. നമുക്ക് ഒരുപാട് വൈറസ് സംബന്ധമായ അസുഖങ്ങൾ തടയാനൊക്കെ സഹായകരമാണ്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി തടയാനേ ഇതിലെ വൈറ്റമിൻ സി മാത്രമല്ല, ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉണ്ട് കേട്ടോ. 250 ഗ്രാം പേരക്കയിൽ, ഇനി ഇതാണെങ്കിലും മറ്റേതാണെങ്കിലും നമുക്ക് ശരീരത്തിന് വേണ്ട 20% പൊട്ടാസ്യം കിട്ടും. പൊട്ടാസ്യം എന്താണ്, നമ്മളെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മൂലകമാണ്. അതിൻ്റെ കൂടെ നാരുകൂടി അടങ്ങുമ്പം അതുകൂടി ഒന്നുകൂടി ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ. പിന്നെ നമ്മളെ ശരീരത്തിന് കിട്ടേണ്ട ഒരു 12%-ഓളം വൈറ്റമിൻ എ ഒരു 250 ഗ്രാം പേരക്ക കഴിക്കുമ്പോൾ കിട്ടും. അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം, നമ്മളെ കണ്ണുകൾക്ക് നല്ല ഉപകാരമാണ്. ഇനി പ്രമേഹമുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷുഗറിൻ്റെ അളവ് കുറവാണ്, അതുമാത്രമല്ല നാരിൻ്റെ അളവ് കൂടുതലുമാണ്. അപ്പോൾ എന്താവും, നമുക്ക് പ്രമേഹം വരുന്നത് തടയാനും പ്രമേഹമുള്ളവർക്ക് പ്രമേഹം കൂടാതെ നോക്കാനും ഇത് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും. പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ചുറുചുറുക്ക് നിലനിർത്തുന്ന കൊളാജൻ ഉൽപ്പാദനം സഹായിക്കും. അപ്പം നല്ല ആരോഗ്യമുള്ള സ്കിൻ. നമ്മളെ ശരീരം തന്നെ 70% വെള്ളമാണ്. ഈ പേരക്കയിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അറിയാതെ വെള്ളത്തിന് പുറമെ ഒരുപാട് ജലാംശം എത്താൻ ഇത് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും. ഇതിൽ പിന്നെ നീർവീക്കം കുറക്കാൻ പറ്റിയ ഒരുപാട് കെമിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റും പേരക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. രാത്രി ഇന്ന് ഇത് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ, വേറൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഓക്കെ.